ആ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ അറിയണ്ടേ? ശരിക്ക് അറിയണ്ടേ? രണ്ട് ക്ലാസ് കൊണ്ട് നമ്മളിത് തീർക്കും. ഫാത്തിഹ നമ്മൾ ആദ്യം പറയുന്നത് 3 ക്ലാസ് കൊണ്ട് തീർക്കുന്നു. 3 ക്ലാസ് കൊണ്ട് തീർത്തു. നമുക്ക് ആയത്തുൽ കുർസി, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് പഠിക്കാൻ 2 ക്ലാസ് മതി. അത് നമ്മൾ വിശദീകരിച്ച് തന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ്. എന്താ പേര്? ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താ അറിയോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വരികയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. ഞാൻ ആ ഹദീസ് കേട്ടപ്പോൾ ആദ്യം വല്ലാത്തൊരു എന്താ പറയുക, നമ്മൾ രോമ എണീച്ച് കയറിയില്ലേ, അങ്ങനെ സ്വാധീനം ഉണ്ടാക്കിയൊരു ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞാരോ? എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു, താങ്കൾക്ക് സൂറത്തുൽ ബയ്യിന ഞാൻ ഓതി കേൾപ്പിച്ചു തരണം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ പേര് അള്ള പറഞ്ഞു എന്ന് ചോദിച്ചു. ഉബയ്യിന് പ്രവാചകരെ അങ്ങ് സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് അള്ള പറഞ്ഞു എന്ന് ചോദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ താങ്കളുടെ പേര് അള്ള പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കുക ആ ഒരു സന്ദർഭം. റഹ്മാനായ റബ്ബ് ഇപ്പം നമുക്ക് ഇവിടെ മുഹമ്മദ് ബിൻ സൽമാൻ ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം നമ്മളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവിക്കാറില്ലേ, നല്ല സന്തോഷിക്കാറില്ലേ. ഇത് രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത് ഉബയ്യിന് ഓതി കൊടുക്കണം റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ഖുർആനിൽ നല്ല പണ്ഡിതനായിരുന്നു. സയ്യിദുൽ ഖുർറ എന്നാണ് അറിയപ്പെടുന്നത്. അഥവാ ഖുർആൻ്റെ വിഷയത്തിൽ ഖുർആനോത്തുകാരുടെ നേതാവ് എന്നാണ്. ഖുർആൻ്റെ വിഷയത്തിലുള്ള ഇതിൽ വെച്ച് ഏറ്റവും നല്ല അറിവുള്ള ആൾ. ആ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅ്ളം. അബുൽ മുൻദിർ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. അബുൽ മുൻദിർ, അള്ളാഹിൻ്റെ ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, എനിക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാം, എന്നോടിപ്പോൾ ചോദ്യം ചോദിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം എന്ന് പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅ്ളം. അല്ല ഈ ഒന്ന് പറഞ്ഞോ, ഏതാണ് ഏറ്റവും മഹത്തരമായ ആയത്ത് ഖുർആനിൽ? അപ്പോൾ അദ്ദേഹം ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു, എന്തേ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തിൽ കുർസിയാണെന്ന് പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തി. മനസ്സിലായില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് എന്ത്, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്താണ്? ആയത്തുൽ കുർസിയാണ്. എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഏറ്റവും മഹത്തരമായ ആയത്ത് ആവാനുള്ള കാരണം എന്നറിയാം? എന്താണെന്നറിയോ? ഈ ആയത്തിൽ മുഴുവൻ അള്ളാഹിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുഴുവൻ അള്ളാഹിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ആ ആയത്തിന് ഇത്രയും മഹത്വം കൂടാനുള്ള കാരണം. ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, അത് ഓതിയാലുള്ള പ്രതിഫലം എന്താ? എന്താണ് പ്രതിഫലം? എന്താണ്? ഖത്തം തീരൂല, 10 അഥവാ ഖുർആനിൻ്റെ 1/3 ഓതിയാൽ കിട്ടണ പ്രതിഫലം നമുക്ക് കിട്ടും. പ്രതിഫലം കിട്ടും, അതോടൊപ്പം 1/3 വിജ്ഞാനമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ സൂറത്തിന് അങ്ങനെ ഒരു പ്രത്യേകത വരാൻ കാരണം? അതിൽ ഫുൾ അള്ളാഹിനെ കുറിച്ചിട്ടാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ, എല്ലാം അള്ളാഹിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, അള്ളാഹിനെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ച് ഗൗരവം കൂടും, കുറച്ച് മഹത്വം കൂടും. അതാണ് ആയത്തുൽ കുർസിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ദിവസം എത്ര വട്ടം ഓതുന്നു? നിർബന്ധമായിട്ട് ഒരു മുസ്ലിം എത്ര വട്ടം ഓതണം? 17. ആയത്തുൽ കുർസി എത്ര വട്ടം ഓതണം ഒരു മുസ്ലിം ഒരു ദിവസം? പറഞ്ഞോളി. എപ്പോഴൊക്കെ സുന്നത്ത്? നിർബന്ധമല്ല, സുന്നത്ത് പറഞ്ഞോളി. 5 വക്ത് നമസ്കാരത്തിന് ശേഷം, 5 വക്ത് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മൻ ഖറ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതാണ് ദുബുറ കുല്ല സ്വലാത്തിൻ മക്തൂബ,
നിർബന്ധമായ 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതുകയാണെന്നുണ്ടെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗതു, പിന്നെ മരണമല്ലാതെ സ്വർഗ്ഗത്തിന് അവിടെ ഓനക്ക് വേറെ തടസ്സമില്ല എന്ന് ഇമാം നസായി ഉദ്ധരിച്ച ഹദീസാണ്. അവന് വിശ്വാസം പഠിപ്പിക്കും 5 വക്ത് നിസ്കാരത്തിന് ശേഷം എന്ത് ഓതണം? ആയത്തുൽ കുർസി ഓതണം. അത് നല്ല പ്രതിഫലമുള്ള കാര്യമാണ് അല്ലേ? ഇനി അപ്പോൾ എത്രയായി? ഒരു ദിവസം 5 ആയി അല്ലേ? 5 ആയി. പ്ലസ് ഇനി എപ്പോഴാണ് ഓതണ്ടി? ഉറങ്ങുന്നതിന് മുമ്പ് അല്ലേ? അതെങ്ങനെ പഠിപ്പിച്ചു തരുമോ? അതിനൊരു കഥ ഉണ്ട്. ആർക്കൊക്കെ അറിയാം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട് ഞങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതനാണ്, സ്വഹാബിയാണ്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ സക്കാത്തിൻ്റെതൊക്കെ അദ്ദേഹം തൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് പൊതുമുതലാണല്ലോ, പൊതുമുതലിന് ഗൗരവം കൂടും. ഇത് മനസ്സിലാക്കി ശൈത്താൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റിക്കാൻ ശ്രമിച്ചു. എങ്ങനെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യും? ഈ ശൈത്താൻ വരും. ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വരിക. ശൈത്താന്മാർക്ക് എന്ത് ചെയ്യാം? മനുഷ്യൻ്റെ രൂപം, ശൈത്താന്മാർക്കും മലക്കുകൾക്കും മനുഷ്യൻ്റെ രൂപം പ്രാപിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ രാത്രിയാണ്. ഈത്തപ്പഴമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അതിങ്ങനെ ഒരു കൂട്ടാണ്, ശേഖരിക്കുകയാണ്. പൊതുമുതലാണ്, സക്കാത്തിൻ്റെ മുതലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുകയാണ്, ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഒരാൾ ഇങ്ങനെ വാരി എടുക്കണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലി ഹാജത്തുൻ ഷദീദ, എനിക്ക് അത്ര അത്യാവശ്യം ഉണ്ടായിട്ട് വന്നതാണ്. വഅലയ്യ ഇയാലുൻ, എനിക്ക് നോക്കാൻ എൻ്റെ വീട്ടിൽ കുറേ ആളുകളുണ്ട്. ഞാനാണ് ഓലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. എൻ്റെ കീഴിൽ എൻ്റെ മക്കളുണ്ട്, പെണ്ണുങ്ങളുണ്ടെന്നൊക്കെ പറയില്ലേ, അതേപോലെ എനിക്ക് തിന്നാൻ കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് കുടുങ്ങിയിട്ട് വന്നതാണ്, ഇനി ഞാൻ വരൂല എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നല്ല ഗൗരവത്തിൽ വിലക്കിയിട്ട് ഇനി വരരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. പിറ്റേ ദിവസമായി. ഫലമ്മ അസ്ബഹ്തു, പിറ്റേ ദിവസമായപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, മാ ഫഅല അസീറുക്കൽ ബാരിഹ, ഇന്നലെ പിടിച്ച കള്ളൻ എന്തായി എന്ന് വെച്ചു. അവൻ എന്താ കാട്ടി വെച്ചു. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഞാൻ ഓനെ പിടിച്ചപ്പോൾ അവന് നമ്മൾ മലപ്പുറത്തേക്ക് പറയും പായ്യേരം പറഞ്ഞു അല്ലേ, പറയില്ലേ, പായ്യേരം പറഞ്ഞു. ഓൻ ഒരുപാട് ഇങ്ങനെ ഓൻ്റെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഓനക്ക് ഇങ്ങനെ ഉണ്ട്, ആവശ്യമുണ്ട്, മറ്റേണ്ട് മറിച്ചുണ്ട്. അവസാനം ഓൻ്റെ വർത്താനമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓനെ ഫഖല്ലൈതു സബീലഹു, ഞാൻ ഓനെ പറഞ്ഞയച്ചു. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അബൂ ഹുറൈറ മനസ്സിലാക്കിക്കോ, ഇന്ന് രാത്രിയും വരും എന്ന് പറഞ്ഞു. ഇന്നലെ വന്നോന് ഇന്ന് രാത്രിയും വരും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ എന്തായാലും ഉറപ്പാണല്ലോ വരുന്നത്. രാത്രി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒന്നും കൂടി ഉഷാറായിട്ട് കാത്തിരുന്നു. അപ്പോൾ ഉണ്ടോ രണ്ടാമതും വരുന്നേ. അപ്പോൾ ഒരു പിടുത്തം പിടിച്ചു. അപ്പോൾ അതേപോലെ കാരണങ്ങൾ പറഞ്ഞു. അത്രയും അത്യാവശ്യം ഉണ്ടായിട്ട് വന്നാണ്, പട്ടിണിയായിട്ട് വന്നാണ്, അതുകൊണ്ട് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബാക്കളുടെ മനസ്സ് പറഞ്ഞാൽ നല്ല ലോലമായ ഹൃദയമുള്ളവരാണ്. ചില ആളുകൾ അങ്ങനെയുള്ളൂ, അവനൊരു സാധനം അവൻ എന്ത് പറഞ്ഞാലും പറ്റിക്കാന്ന് അറിയില്ലേ. അപ്പോൾ രണ്ടാമത്തെ വട്ടമായിട്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആളെ പറഞ്ഞയച്ചു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാട്ടോ. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. പറഞ്ഞയച്ചു. പിറ്റേ ദിവസം സുബഹിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഫഅല അസീറുക്കൽ ബാരിഹ, ഇന്നലെ പിടിച്ച കള്ളൻ എന്താ കാട്ടിയേ? പറഞ്ഞു, പിന്നെ ഓനിങ്ങനെ പായ്യേരം പറഞ്ഞപ്പോൾ ഞാൻ ഓനെ പറഞ്ഞയച്ചു പറഞ്ഞു. ഓക്കെ, എന്നാൽ മനസ്സിലാക്കിക്കോ, ഇന്നും ഓൻ വരും എന്ന് പറഞ്ഞു. ഇന്നും രാത്രിയും വരും. ഉറപ്പാണ് വരുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒന്നും കൂടി ഉഷാറിൽ കാത്തിരുന്നു. അപ്പോൾ വന്നു ഒരു പിടുത്തം പിടിച്ചു. അത് അവസാനത്തെ പിടുത്തായിരുന്നു. ലഅർഫഅന്നക ഇലാ റസൂലില്ലാ, ഇത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു പറഞ്ഞു. അന്നെ ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പെട്ടപ്പോൾ പറഞ്ഞു, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം, ജിന്നെ വിടണം. പകരമായി നിനക്ക് ഞാനൊരു ഉപകാരം ചെയ്യാം. എന്താണ്? ഞാൻ ചില വാക്കുകൾ നിനക്ക് പഠിപ്പിച്ചു തരാം. യൻഫഉക അല്ലാഹു ബിഹ, ആ വാക്കുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തരും. എന്നിട്ട് പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാഷിക, എന്താണ് ആ വാക്കുകൾ? നീ നിൻ്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ ഫഖ്റ ആയത്തുൽ കുർസി,
നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അങ്ങനെ നീ പാരായണം ചെയ്താൽ നേരം പുലരുവോളം അള്ളാഹുവിൽ നിന്നൊരു സംരക്ഷണം നിനക്കുണ്ടാകും. അത് ഓതിക്കിടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പിന്നെ എനിക്ക് വരാൻ പറ്റൂല, ശൈത്താന്മാർക്ക് വരാൻ പറ്റൂല. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു. അത് സത്യമാണോ അല്ലെന്ന് അറിയില്ല, കാരണം കക്കണ ഒരാൾ സത്യം പറയുന്ന ഉറപ്പില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ചോദ്യം ചോദിച്ചു, എന്താ കാട്ടിയത് ചോദിച്ചു. പറഞ്ഞു പിടിച്ചു, പക്ഷെ ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഓന് ഒരു നല്ലൊരു കാര്യം പഠിപ്പിച്ച് തന്നിക്കണേ. കെടുക്കണ നേരത്ത് ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സംരക്ഷണം കിട്ടും. വലാ യഖ്റബന്നക ശൈത്താൻ, പിന്നീട് ഷെയ്ത്താൻ എൻ്റെ അടുത്തേക്ക് വരൂലാന്ന് എന്നോടൊരു കാര്യം പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓൻ പറഞ്ഞത് സത്യമാണ്, വഹുവ കദ്ദാബുൻ, ഓന് സത്യം പറഞ്ഞാൽ നുണയനാണ്, പക്ഷെ ആ പറഞ്ഞത് എന്താണ്, സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉറങ്ങണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആയത്തുൽ കുർസി ഓതിയാൽ നമുക്കുള്ള മെച്ചം എന്താ, പിശാച് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ല. രാവിലെ വരെ നമ്മൾ സേഫ് കാരണം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നൊരു സംരക്ഷണം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം 6 ഇനി എപ്പോഴാണ് ആയത്തുൽ കുർസി ഓതണ്ട? വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ വേറെ ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്കാത്തിന് ശേഷം നമ്മൾ എഴുതി ഇല്ല, വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ആയത്തുൽ കുർസി ഇല്ല. നിങ്ങൾ ആയത്തുൽ കുർസി ഇല്ല, അല്ല ആ വിഷയത്തിലില്ല, അല്ലാഹു അലം. ആയത്തുൽ കുർസി ഇപ്പം നമ്മൾ ഒരു സമയത്ത് നമുക്ക് ആയത്തുൽ കുർസി നമ്മളൊക്കെ എപ്പോഴും ഓതാം. പക്ഷെ നമ്മൾ ഒരു സമയത്ത് പ്രത്യേകമായി ഓതണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതൊരു തെളിവാണ്. ഒരു പ്രത്യേകമായി ഇതൊക്കെ തെളിവ് ഞാൻ പറഞ്ഞില്ല, ഇതിനിപ്പോൾ രണ്ടിനും ഞാൻ തെളിവ് പറഞ്ഞില്ല, ഹദീസുകൾ പറഞ്ഞില്ല. ഇനി ഇതേപോലെ 2 സന്ദർഭം കൂടി ഉണ്ട്. ഒരു സന്ദർഭമാണ് 2 വട്ടമുണ്ട്. അത് തന്നെ മനസ്സിലായില്ലേ? ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ട അദ്കാറുസ് സവാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും അത് മുടക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറയും ഒരു മുഅ്മിനിൻ്റെ പരിചയമാണ്. ചില പണ്ഡിതന്മാരൊക്കെ ഒന്നും സുബഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെല്ലാതെ നീച്ചു വരില്ല. എന്താ കാരണം എന്നറിയാം? അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എൻ്റെ ഭക്ഷണമാണത്, എൻ്റെ റൂഹിനുള്ള ഭക്ഷണം, നമ്മളെ ശരീരത്തിനുള്ള ഭക്ഷണം നമ്മളിങ്ങനെ കഴിക്കും അല്ലേ, പക്ഷെ റൂഹിന് ഭക്ഷണം വേണ്ടേ? റൂഹിനുള്ള പ്രധാനപ്പെട്ട ഭക്ഷണമാണെന്ത്? ഈ അദ്കാറുസ് സവാഹി, ദിക്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ പ്രത്യേകമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നും പഠിക്കാം, അതിൻ്റെ അർത്ഥമടക്കം നമുക്ക് പഠിക്കണം. മനസ്സിലായില്ലേ? അത് ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി പോലുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താ, രാവിലെ ഒരാൾ ചൊല്ലിയാൽ മൂഖിനം ബിഹാ, അത് ഉറച്ചു വിശ്വ, വെറുതെ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലി പോകില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓൻ മരണപ്പെട്ടാൽ ഓൻ സ്വർഗത്തിലേക്കാണ്. വൈകുന്നേരത്തെ ദിക്റിൽ അവൻ ചൊല്ലിയാൽ, ഇതൊക്കെ സ്വഹീഹായ ഹദീസാണ്, വൈകുന്നേരത്തെ ദിക്റിൽ അവൻ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് അവൻ മരണപ്പെട്ടാൽ അവന് സ്വർഗമായിരിക്കും. ഒറ്റ ദിക്റിൻ്റെ കാര്യമാണ്. ഇങ്ങനെ എത്ര ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. മനസ്സിലായില്ലേ? അപ്പോൾ അദ്കാറുസ് സബാഹി വൽ മസായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൽ കുർസി ഓതാൻ പഠിപ്പിച്ചു. ഇതിനൊരു കഥ ഉണ്ട്. ഈ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹം ഇതേപോലെ ഈ ഈത്തപ്പഴം ഉണക്കണ കാരക്ക ആക്കണ ഒരു സ്ഥലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് സ്വഹീഹായ ഹദീസാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ കാരക്ക ഇങ്ങനെ ആക്കുകയാണ്, ഉണക്കുകയാണ്, ഈത്തപ്പഴം ഉണക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇതേപോലെ ഒരു ചെറിയ, അതായത് മീശ മുളക്കണ പ്രായം ഉണ്ടല്ലോ, ഇഹ്തിലാമിൻ്റെ പ്രായം, മീശ മുളക്കണ പ്രായം, ആ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ വന്നു. ആ പ്രായമുള്ള ഒരാൾക്ക് വന്നപ്പോൾ തന്നെ സാധാരണ ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇതല്ല, അത്രയും ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്താണ്, സെക്യൂറായ സ്ഥലത്താണ് ഇതുള്ളത്, ഈ കളമുള്ളത്, നമ്മൾ അടക്കാക്കളം എന്നൊക്കെ പറഞ്ഞ മരിയുള്ള കളമാണ്. അപ്പോൾ വന്നപ്പോൾ ചോദിച്ചു, ഈ മനുഷ്യനാണോ ജിന്നാണോ എന്ന് ചോദിച്ചു. ആകെ ജിന്നിൻ്റെ കഥയാണ് അല്ലേ, അങ്ങനെ പറയുന്നത്. ഞാൻ ഓരോന്നിനും തെളിവ് പറയണ്ടേ, അതിനു വേണ്ടി പറയണതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു ജിന്നാണെന്ന് പറഞ്ഞു. അതിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഷെറിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമോ ചോദിച്ചു. എങ്ങനെയാണ്
ഞങ്ങൾക്ക് ഫമാ യുനജ്ജീന മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടും, എന്ത് ചെയ്താലാണ് ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ ജിന്നു പഠിപ്പിച്ചു കൊടുത്തത് ഓൽക്കറിയാം, ശൈത്താന്മാർക്ക് അറിയാം എങ്ങനെയാണ് ഇപ്പോൾ ഓല എടുക്കാത്തത് എന്താണെന്ന് ഓൽക്കറിയാലോ. അപ്പോൾ ഓല് പഠിപ്പിച്ചു കൊടുത്തു, രാവിലെ ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, സ്വഹീഹായ ഹദീസാണ്, വൈകുന്നേരം വരെ ശൈത്താൻ അവൻ്റെ അടുത്തേക്ക് വരില്ല. വൈകുന്നേരം ഒരാൾ ആയത്തുൽ കുർസി അദ്കാറുൽ മസായിൻ്റെ കൂടെ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിറ്റേ ദിവസം നേരം പുലരുന്നത് വരെ ശൈത്താന് അവൻ്റെ അടുത്തേക്ക് വരില്ല. അപ്പോൾ 8 സന്ദർഭങ്ങളിൽ ദിവസവും നമ്മൾ എന്ത് ഓതണം? ആയത്തുൽ കുർസി ഓതണം. അതുകൊണ്ടാണ് ഫാത്തിഹ കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഏതാണ്? ആയത്തുൽ കുർസി ഓതാനാണ്, ആയത്തുൽ കുർസി പഠിക്കാനാണ്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം നമ്മൾ മുഅവ്വിദാത്തുകൾ ഇൻഷാ അല്ലാഹ് എടുക്കും. അപ്പോൾ ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത കാര്യങ്ങൾ കിട്ടണോ? ഇപ്പോൾ ആയത്തുൽ കുർസി ചൊല്ലിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 3 എണ്ണം പഠിച്ചു അല്ലേ. ഒന്ന് സ്വർഗം കിട്ടും അല്ലേ, 5 വക്ത നമസ്കാരം. രണ്ടാമത്തത് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ശൈത്താനിൽ നിന്ന് സംരക്ഷണം. മറ്റേതും ഒരു ദിവസം മുഴുവൻ 2 ദിവസം 2 നേരം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ ശൈത്താനിൽ നിന്ന് സംരക്ഷണം കിട്ടും. ഈ സംരക്ഷണം കിട്ടണമെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു അയ്യക്കൂന മുതദബ്ബിറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദബ്ബുർ ചെയ്തുകൊണ്ട്, അഥവാ അർത്ഥമുറ്റാലോചിച്ചു കൊണ്ടാകണം ബോധേണ്ടത്. വെറുതെ ഇങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് സുബ ചെല്ലണ തന്നെ നമ്മൾ സുബ്ഹാനല്ലാഹ് മുഴുവനായിട്ട് ചെല്ലില്ല. ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആലോചിച്ചുകൊണ്ട് ചെല്ലാൻ നമ്മൾ ശ്രമിക്കില്ല. അങ്ങനല്ലേ നമ്മൾ ചെല്ലേണ്ടത്. ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ പല ആളുകളും പറയും, സാർ ഞാനത് ചെല്ലി, പക്ഷേ എന്താ പിന്നെയും ശൈത്താൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ, ഇന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പിന്നെ തെറ്റിൽ വീണ്ടല്ലോ. ചൊല്ലേണ്ട മാതിരി ചൊല്ലിയിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞതല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയോ? ഇല്ല, നഅൂദു ബില്ലാഹ്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കറക്റ്റാണ്, പക്ഷേ എൻ്റെ ചൊല്ലൽ റെഡി ആയിട്ടില്ല. ആ ചൊല്ലൽ റെഡി ആവാത്തതുകൊണ്ടാണ് പിന്നെ എൻ്റെ അടുത്തേക്ക് ശൈത്താൻ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് പരിഹരിക്കലാണ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്ത് കാര്യവും ഇപ്പോൾ നോക്കി നിങ്ങൾ, ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പല കാര്യങ്ങളും, ഞാൻ ഒരു ഉദാഹരണം പറയാം, പല കാര്യങ്ങളും നമ്മൾ ചൊല്ലുന്നതിൻ്റെ അർത്ഥം പോലും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഗൗരവം ഉണ്ടായില്ലേ. ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എത്ര നമുക്ക് സ്വലാത്തല്ലോ, 1000 സ്വലാത്തെല്ലാം പറ്റുമോ നമ്മൾ ചൊല്ലണം. 10,000 സ്വലാത്തെല്ലാം പറ്റുമോ ചൊല്ലണം. പ്രത്യേകമായി സുന്നത്തായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച ദിവസം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. എന്താ അതിൻ്റെ പ്രതിഫലം? മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരിൽ 10 സ്വലാത്തുകൾ വർഷിപ്പിക്കുന്നതാണ്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ പേര് പറയപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് പറഞ്ഞു. അവനാണ് യഥാർത്ഥ പിശുക്കൻ. ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ ഈ സ്വലാത്തിൻ്റെ അർത്ഥം നമുക്കറിയോ? നമ്മളിപ്പോൾ ഒരു പേര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും അല്ലേ. എന്താ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, സഹാബാക്കൾ വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അറഫ്ന കൈഫ നുസല്ലിമു അലൈക് വകൈഫ നുസല്ലി അലൈക്. നിങ്ങൾക്ക് എങ്ങനെയാണ് സലാം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകരെ ഞങ്ങൾക്കറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വകൈഫ നുസല്ലി അലൈക്, എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? എന്ത് സ്വലാത്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ ചൊല്ലണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലണം. ആ സ്വലാത്താണ് നിങ്ങൾ ചൊല്ലേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അത് നമുക്ക് ഷോർട്ടാക്കിയിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തല്ലാതെ അതിൻ്റെ അർത്ഥം എന്താ? ആർക്കറിയാം? ആർക്കറിയാം? ഇതൊരു പ്രശ്നമല്ലേ? സത്യം പറഞ്ഞാൽ ഇതൊരു പ്രശ്നമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലിക്കുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം ലഭിക്കുമെന്നുറപ്പുള്ള ജീവിതത്തിൽ ഒരു അവസരമുണ്ട്. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഓഫർ എടുത്തു. ജീവിതത്തിൽ ഒരവസരമുണ്ട്, ആ അവസരത്തിൽ എന്തും പ്രാർത്ഥിക്കുക, എന്താണോ പ്രാർത്ഥിക്കുക അതിനുള്ള ഉത്തരം അള്ളാഹ് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവത.
എല്ലാ പ്രവാചകന്മാരും തങ്ങൾക്ക് കിട്ടിയ അവസരം 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ദുനിയാവിൽ വെച്ച് അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. എന്നാൽ എനിക്ക് കിട്ടിയ പ്രാർത്ഥിക്കാതെന്ന ഒറ്റ അവസരം ഉണ്ടല്ലോ, ആ അവസരത്തെ എൻ്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചു എന്നാണ്, പരലോകത്തേക്ക് വേണ്ടിയിട്ട്. നാളെ ഷഫാഅത്തിനുള്ള അവസരം നമുക്ക് കിട്ടണം, അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ അർത്ഥം നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രശ്നമല്ലേ? അപ്പോൾ എന്താണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവസാനിപ്പിക്കണം, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹിൻ്റെ പേരിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഈ ഒരു സ്വലാത്ത് എടുത്തോളി, ഇത് ഷോർട്ടാണല്ലോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സല്ല അള്ളാഹു, അള്ളാഹു സ്വലാത്ത് ചൊരിയട്ടെ, അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുകൾ വർഷിപ്പിക്കട്ടെ, ചൊരിയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു, അള്ളാഹു സ്വലാത്ത് വർഷിപ്പിക്കട്ടെ, അതോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ വർഷിപ്പിക്കട്ടെ, വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം, സുരക്ഷ, സമാധാനം കൊടുക്കട്ടെ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ സ്വലാത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞില്ല. സ്വലാത്ത് വർഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സ്വലാത്തിൻ്റെ അർത്ഥം ഉണ്ടാവില്ലേ? അതെന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അൽ മലഉൽ അഅല, മലക്കുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുക, അതിനാണ് സ്വലാത്ത് എന്ന് പറയുക. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ സ്വലാത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് സ്വലാത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അർത്ഥം? അല്ല. അള്ളാഹുവിന് ഇപ്പോൾ വേറൊരാളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കണത്. പക്ഷെ എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പുകഴ്ത്തട്ടെ. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഒരർത്ഥം. രണ്ടാമത് കരുണ ചൊരിയട്ടെ എന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. ഈ രണ്ടർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതാണ് പൗരാണികമായും എന്തുകൊണ്ടും ഏറ്റവും സ്യൂട്ടായ അർത്ഥം. അഥവാ മലക്കുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുക, അത് ചെയ്യട്ടെ എന്നാണ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൊല്ലുന്ന ഓരോ കാര്യങ്ങളിലും, ദിക്റുകളിലും, ദുആകളിലും, സൂറത്തുകളിലും ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉണ്ട്. അത് പഠിക്കലാണ് നമ്മളെ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ഇനി ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി കഴിഞ്ഞാൽ ആമൻ റസൂൽ പഠിക്കണം, അതോടൊപ്പം സൂറത്തുൻ നാസ്, ഫലഖ്, ഇഖ്ലാസ്, ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ സൂറത്തുകളുടെ അർത്ഥമൊക്കെ നമ്മൾ പഠിക്കണം. അദ്കാറു സബാഹൊക്കെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സൂറത്തുൽ ഫാത്തിഹ ഞാൻ പുതിയ മുഖങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് സമയമെടുത്ത് വിശദീകരിച്ചാണ്. ഇൻഷാ അല്ലാഹ് അർ-റഹ്മാൻ എന്നുള്ള പേരിടാൻ പറ്റില്ല. റഹ്മാൻ എന്നുള്ള പേരിട, റഹ്മാൻ മാത്രം, അബ്ദുറഹ്മാൻ എന്നിടാ. പക്ഷെ റഹീം എന്ന പേരിടാ. നമ്മുടെ നാട്ടിൽ റഹീമേരുണ്ടാവും, അബ്ദുറഹീം എന്നിടാ. പക്ഷെ റഹീം എന്ന പേര് തനിയിടാം, അലിഫ്ലാമില്ലാതെ. അലിഫ്ലാമില്ലാതെ റഹീം എന്ന പേരിടാം. മനസ്സിലായല്ലേ? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. റഊഫുർ റഹീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയലാണ്. അനുകമ്പുള്ള ആളാണ്, കരുണയുള്ള ആളാണ് മുഅ്മിനീങ്ങളോട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീം എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയുകയാണെങ്കിൽ അള്ളാഹിൻ്റെ പേരുകൾ രണ്ട് തരാണ്. ചില പേരുകൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചില പേരുകൾ അലിഫ്ലാമ് കൂടാതെ. അള്ളാഹിനെ പറയുമ്പോൾ അർ റഹീം എന്നല്ലേ നമ്മൾ പറഞ്ഞേ. പക്ഷെ അള്ളാഹ്ക്ക് അല്ലാതെ ഉപയോഗിച്ചപ്പോൾ റഹീം എന്നാണ് പറഞ്ഞത്, അലിഫ്ലാം ഇല്ലാതെ പറഞ്ഞത്. അർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ കരുണ ചൊരിയുന്നവൻ എന്നർത്ഥം. അങ്ങനല്ല, ഓക്കെ, അതുകൊണ്ട് പ്രശ്നമല്ല. അത് അള്ളാഹുവിൻ്റെ റഹ്മാനായ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകുന്നവൻ എന്നാണ് ഇപ്പോൾ നിങ്ങൾ മുജീബുർ റഹ്മാൻ്റെ അർത്ഥം. മനസ്സിലായല്ലേ? അപ്പോൾ അത് ശരിയാണ്. റഹ്മാൻ എന്നുള്ള പേര് മാത്രം ഇടുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വേണോ? അല്ല,
അല്ല ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ 3 മണിയല്ലേ അവസാനിപ്പിക്കാൻ ഇന്ന് നിങ്ങളൊന്ന് നോക്കി എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് പോരായ്മകളുള്ളവരാണ് പടച്ചോനെ ഞങ്ങളുടെ പോരായ്മകൾ നാഥാ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ നിൻ്റെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ നിൻ്റെ ഇഷ്ടക്കാരാണ്, നിൻ്റെ സ്വന്തക്കാരാണ് എന്ന് നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവേ നിൻ്റെ സ്വന്തക്കാരിൽ ഇഷ്ടക്കാരിൽ ഉൾപ്പെടാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.